സ്ത്രീധന പീഡനത്തെ തുടർന്ന് പെരുമ്പിലാവ് കല്ലുംപുറത്ത് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ അച്ഛനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒളിവിലായിരുന്ന കല്ലുംപുറം പുത്തൻപീടികയിൽ അബൂബക്കറിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭർത്താവ് ആബിദ് ഇപ്പോഴും വിദേശത്താണ്. കപ്പൂർ കോഴിക്കര തിരുവത്തുംപാലക്കൽ സലീമിന്റെയും ആബിദയുടെയും മകൾ സബീനയാണ് ഒക്ടോബർ 25 രാവിലെ ഭർത്താവിന്റെ കല്ലുംപുറത്തെ വീട്ടിൽ മരിച്ചത്. സബീനയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നതായി വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭർത്താവ് കല്ലുംപുറം പുത്തൻപീടികയിൽ ആബിദ്, പിതാവ് അബൂബക്കർ, മാതാവ് ആമിനക്കുട്ടി, സഹോദരൻ അബ്ബാസ് എന്നിവരുടെ പേരിലാണ് പോലീസ് കേസെടുത്തിരുന്നത്. മുൻകൂർ ജാമ്യത്തിന് ഇവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ആമിനക്കുട്ടിക്കും അബ്ബാസിനും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. രണ്ടാം പ്രതിയായ അബൂബക്കറിന് ജാമ്യം നിഷേധിച്ചതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പ്രതിയെ കണ്ടെത്തുന്നതിന് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപവൽക്കരിച്ചായിരുന്നു അന്വേഷണം. ചെന്നൈയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. സബീനയുടെ ഭർത്താവ് ആബിദ് മലേഷ്യയിലാണ്. ഇക്കഴിഞ്ഞ 25 രാവിലെ 8 വീടിന്റെ അടുക്കളയിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 വയസ്സുകാരനായ മൂത്ത മകനെ രാവിലെ മദ്രസയിൽ പറഞ്ഞയക്കുകയും 2 വയസ്സുകാരനായ മകനെ ഉറക്കിക്കിടത്തിയതിനു ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തത്. മരിക്കുന്നതിന് മുമ്പ് സബീന കഴുത്തിൽ കുരുക്കിട്ട് നിൽക്കുന്ന സെൽഫി തന്റെ മാതാവിന് അയച്ചു നൽകിയിരുന്നു. യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബന്ധുക്കൾ നൽകിയ ഗാർഹിക പീഡന പരാതിയിലാണ് പോലീസ് മരിച്ച യുവതിയുടെ ഭർത്താവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. യുവതി മരിച്ച അന്ന് തന്നെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. സബീനയും 6ഉം 2ഉം വയസ്സുള്ള മക്കളും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. ഭർത്താവ് മാനസികമായി പീഡിപ്പിക്കുന്നതായി അമ്മയോട് പരാതി പറഞ്ഞിരുന്നു. 8 വർഷം മുമ്പാണ് സബീനയുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 7 വർഷമായി ഭർത്താവ് നിരന്തരം സബീനയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നതായി മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് സബീനയുടെ പിതാവ് കോഴിക്കര തുരുത്തുപുലാക്കൽ സലീം പറയുന്നു. ഭർത്താവിന്റെ ഫോൺ വിളിയാണ് മകളെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സലീം പറയുന്നത്.